കുടിവെള്ളക്ഷാമത്തിനൊപ്പം ജലാശയങ്ങൾ കൂടി സംരക്ഷിക്കാൻ കഴിയാതെ പോയാലോ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കോഴിക്കോട് ഇടിയങ്ങരയിൽ അവസ്ഥ അതുതന്നെയാണ്. ഒരു നാടിനൊന്നാകെ ആശ്രയമായിരുന്ന ഇടിയങ്ങര കുളം നാശത്തിൻ്റെ വക്കിൽ. കുളം സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷേ എല്ലാം കടലാസിൽ ഒതുങ്ങി. വകയിരുത്തിയ 2.5 കോടി രൂപ എങ്ങോട്ട് പോയി എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ചോദ്യം. കോഴിക്കോട് നഗരത്തിലെ ചിറകളുടെ നാടായ തെക്കേപ്പുറത്തെ പരിസരവാസികൾക്ക് ആശ്രയമായ ഇടിയങ്ങര കുളമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. കുളത്തിന്റെ സംരക്ഷണ ഭിത്തികൾ തകർന്നു. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ അനേകം പേർ ഉപയോഗിക്കുന്ന കുളം നവീകരണം കാത്തിരിക്കുകയാണ്. ആറു പതിറ്റാണ്ട് പഴക്കമുള്ള കുളം വറ്റിച്ച് ചെളി നീക്കിയിട്ട് വർഷങ്ങളായി. ഏത് കടുത്ത വേനലിലും വറ്റാത്ത ഈ ജലാശയം സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന ഇടിയങ്ങര കുറ്റിച്ചിറ റോഡിന് സമീപത്താണ് ഈ കുളം. അതിനാൽ തന്നെ അപകടഭീതിയും ഏറെയാണ്. ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു വീണത് ഇതേപോലെ ഒരു കെട്ട് അപ്പുറം ഉണ്ടായിരുന്നു. അത് ഒന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് മറിഞ്ഞു വീണ്. പിന്നെ ഈ വീഴാൻ കിടക്കുകയാണ് ഇതൊക്കെ. അതുപോലെ ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് മതിലുകളൊക്കെ ഇടിഞ്ഞിരിക്കുന്നത്. ഓരോ ഭാഗം ഇടിഞ്ഞു പോവാണ്. അപ്പോൾ ചെളിയുമാണ് അതിൻ്റെ അകത്ത്. കല്ലും മുള്ളും മാതിരി ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്. ആരെങ്കിലും വീണാൽ വരെ അറിയൂല. പിന്നെ പൊന്തി വരേണ്ടി വരും ഡെഡ് ബോഡി, അപ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് വളരെ അപകടകരമാണ്. എത്ര എളുപ്പത്തിൽ ഇത് നന്നാക്കി കിട്ടുകയാണെങ്കിൽ വളരെ സുഖകരമാണ്. കുളം നവീകരിക്കാൻ സ്ഥലം MLA അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരുന്ന സമയത്ത് സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ കുളത്തിന്റെ നവീകരണത്തിനും പരിസരം സൗന്ദര്യവൽക്കരിക്കുന്നതിനും കോഴിക്കോട് കോർപ്പറേഷൻ 50 ലക്ഷവും അനുവദിച്ചു. എന്നാൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണ്, പ്രത്യേകിച്ചും കൊടുംവരൾച്ചയുടെ ഇക്കാലത്ത്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ കൊടുംവരൾച്ചയുടെ കാലത്ത് നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യം. കുടിവെള്ളത്തിനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും എല്ലാം ഉപയോഗിച്ചിരുന്ന കുളം നവീകരിച്ച് സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2.5 കോടി പാസ്സായിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ഇതുവരെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം പാസ്സായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും, നാട്ടുകാരെ നൽകി. ഇപ്പോൾ എൻ്റെ തറവാട് അതിൻ്റെ പിന്നിലുള്ള തറവാടാണ്. ഇത്ര വേറമ്പേട് എന്ന് പറയും. ഇത്ര വർഷങ്ങളായി ഞങ്ങൾ അവിടെ താമസമായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടുത്തെ നീന്തൽ പഠിച്ചിട്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് നീന്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. വളരെ അപകടമാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരും കണ്ട് ഞങ്ങൾ സാധാരണ ഇതിൽ എണീപ്പിക്കും, ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ അപകടം മനസ്സിലാക്കി കൊടുക്കും. ഈ കുളത്തിൽ ആളുകൾ വളരെ റിസ്ക് എടുത്ത് കുളിക്കുന്ന ആൾക്കാരെ ഇപ്പം അറിഞ്ഞൂടാ. പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. കുളത്തിൽ പലതരത്തിൽ ജീവികൾ, പാമ്പുകളൊക്കെ ഉണ്ട്. പാമ്പുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ റിസ്ക് എടുത്തിട്ട് ആളുകൾ അറിയാത്ത ആരൊക്കെയോ കുളിക്കുകയാണ്. ഇടയ്ക്ക് മരണം ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാളിവിടെ വീണ് മരിച്ചതാണ്. സ്ഥലം MLAയും മുൻ മന്ത്രിയുമായിരുന്ന അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കോർപ്പറേഷനാകട്ടെ 50 ലക്ഷം പാസ്സാക്കി വരുന്നു. അതും ചുവന്ന നടയിലാണ്. പീപ്പിൾസ് ആക്ഷൻ ഗ്രൂപ്പ് ശക്തമായൊരു സമരത്തിന് ഇറങ്ങുകയാണ് ഈ കുളത്തിന് വേണ്ടി. കൊച്ചുകുട്ടികൾ വരെ ഇതിലെ നടന്നു പോകുന്നതാണ്. ആ നടന്നു പോകുന്ന കുട്ടികൾ ഇതിൽ നടന്നു പോകുന്ന വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെറിയൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടമായിട്ട് തീരും നമുക്ക് എന്തായാലും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നവീകരിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ബന്ധപ്പെട്ടവരെ നമ്മൾ വീണ്ടും കണ്ട് അറിയിക്കുന്നതാണ്. അബ്ദുറഹ്മാൻ KV മലപ്പുറത്ത് നിന്ന് പറയുന്നു, മഴ പ്രവചനത്തിൽ മലപ്പുറം ജില്ലയിൽ ഇടിയും മഴയും ഉണ്ടായത് കാലാവസ്ഥാ ഓഫീസർമാർ പ്രതീക്ഷിച്ച് കാണില്ല എന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ മഴ തകർക്കുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മഴ വന്നെങ്കിൽ വളരെ നല്ലത്.